Praise the Lord. Praise the Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പകൽവേളയിൽ എൻ്റെ ഓർമ്മ ശരിയാകുന്നെങ്കിൽ നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ 5ാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. I praise God for this wonderful time, and if my memory is right, this is the 5th time that I am addressing you all. കർത്താവിൻ്റെ അഭിഷിക്തന്മാരായ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ ഷിബു പാസ്റ്റർ അവറുകൾ, സജി പാസ്റ്റർ അവറുകൾ, അവരുടെ കുടുംബങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹ സഹകരണത്തിനും മറ്റുള്ള സഹോദരന്മാർ കാണിച്ച സ്നേഹ എല്ലാവിധമായിരിക്കുന്ന സംവിധാനങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the servants of God, Pastor Saji and Pastor Shibu, and all the families in the church who have extended their love and fellowship to us. ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ വർഷിപ്പിന് ഒരു പ്രത്യേക രീതിയുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു രീതിയാണ്, കാനഡയിൽ വന്നപ്പോൾ വേറൊരു രീതിയാണ്. ഇനി ഞങ്ങൾ അടുത്ത ആഴ്ച സ്റ്റേറ്റ്സിൽ പോകുന്നു. ഇനി അവിടുത്തെ രീതി എന്താകുന്നു എന്ന് എനിക്കറിയില്ല. എല്ലാറ്റിനും കർത്താവിന് സ്തോത്രം. As we travel a lot throughout the world, there is a different type of worship and fellowship in each country in Saudi, and also next week we are planning to travel to the US. സൗദി അറേബ്യയിൽ ഞങ്ങൾ ഇടുങ്ങിയ മുറിക്കുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 70-80 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മുറിയിലാണ്. ആക്ച്വലി ടൊറൻറ്റോയിലെ കണക്ക് വെച്ചിട്ട് 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ മുറിയിലാണ് 70-80 പേര് ഞങ്ങളിത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. Yeah, in Saudi we have a fellowship of 70 to 90 people, but according to the standards in Canada, only 30 people can sit in that room. It's a different style. Praise God. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശാലമായ സംവിധാനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God for this fellowship hall that you have. There's a lot of space here, unlike our fellowship back in Saudi. അതേ സമയത്ത് ദൈവമേ ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾക്ക് അടുത്തെങ്ങും സൗദി അറേബ്യയിൽ കിട്ടരുതേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. And I also pray that we do not want this kind of space in Saudi. നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമായിട്ട് 1-2 വാക്യങ്ങൾ വായിപ്പാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. Let's turn our attention to the word. I'm going to read few verses from the Bible. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം Book of Acts, 2-ാം അധ്യായത്തിൻ്റെ chapter 2, 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. verses 17. Praise God. അന്ത്യകാലത്ത് In the last days, ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. I'll pour out my spirit on all generations. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And your sons and your daughters will prophesy. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. And your young men will see visions. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. And the elderly shall dream dreams. ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമാണെങ്കിലും പഴയ നിയമ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു പ്രവചന നിവൃത്തി കണ്ടതായി കേട്ടതായി ഒരു തിരുവെഴുത്തിലും നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് അന്ത്യകാലമെന്ന് പറഞ്ഞാൽ കൃപയുടെ കാലഘട്ടത്തിലേക്കുള്ള ശക്തമായ ഒരു പ്രവചനമാണ്. And we see that this is from the prophecy of Joel, but we did not see the upcoming of this until the end times, and that's why it is mentioned here. അപ്പോൾ ഈ കൃപയുടെ യുഗത്തിൽ പാർക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഈ പ്രവചനം കാമേൻ അതിൻ്റെ നിവർത്തീകരണം കാണേണ്ട ഒരു തലമുറയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I know that I'm standing in front of the generations where we need to the fulfillment of this prophecy that was mentioned back in the day.
എത്ര പേര് വിശ്വസിക്കുന്നു ഈ തലമുറയിൽ പ്രവചനത്തിന്റെ നിവർത്തി കാണേണ്ട ഒരു തലമുറ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്? How many of us believe that this is the generation that we need to see the fulfillment of this prophecy? ആ തലമുറയുടെ ഒരു ഭാഗമായിരിക്കാൻ തക്കവണ്ണം ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന എത്ര ജീവിതങ്ങൾ ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്? How many of you are willing to see the fulfillment of this prophecy in your lifetime? അങ്ങനെയാണെങ്കിൽ യെശയ്യാപ്രവാചകൻ 60-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നുമിരിക്കുന്നു. And how many of us believe that in the prophecy of Isaiah where it says, arise and shine, your light has come? യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. And the glory of the Lord is shown upon you. യെശയ്യാപ്രവാചകൻ പ്രവചിച്ച പ്രവചനം പോലെ arise and shine, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നുമിരിക്കുന്നു. And in the prophecy of Isaiah it says that arise and shine, your light has come. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു. And in verse 2 we see that the darkness had covered the world. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ. കർത്താവിന് സ്തോത്രം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം ഇച്ചിരൂടെ സ്പീഡ് ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അന്ധകാരം ഭൂമിയെയും The darkness is over the world. കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ, And the darkness is all over the എന്താണ് generation. ദൈവത്തിന്റെ വചനത്തിൽ ഈ പ്രവചനത്തിന്റെ അർത്ഥമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഈ കാലഘട്ടത്തിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. And we know that in this generation the world of darkness is coming up and engulfing the world. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ പാപമായി പരിഗണിക്കപ്പെടുന്ന പലതും ഈ തലമുറയുടെ കാലഘട്ടം വന്നപ്പോൾ പാപമല്ലാതായി മാറുന്നു. And we know that in this generation a lot of things that were sinful in the previous generations are okayed in this generation. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വെളിച്ചം പകർന്നിരുന്ന പലതിന്റെ മേലും ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്ക. And we know that the prophet is saying that arise and shine because he knows that this generation is engulfed by the darkness. Hallelujah. Hallelujah. എങ്ങനെ എഴുന്നേറ്റ് പ്രകാശിക്കണം? ഇന്ന് പലരും കൂരിരുട്ടിൽ ഇരിപ്പാനൊക്കെ വണ്ണം താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയുടെ വലിപ്പം ജീവിതത്തിൽ പ്രത്യക്ഷമായി ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു തലമുറയുടെ നടുവിലേക്ക് യോബേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. And we know that this generation is ready to walk in the darkness, and that's why the prophet is saying, arise and shine, and it is resonating in the prophecy of Joel to the new world. Hallelujah. എത്ര പേര് ദൈവത്തിന്റെ വെളിച്ചം ജീവിതത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം തയ്യാറായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആഗ്രഹിക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സത്യ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ദൈവം ബന്ധപ്പെടുന്നു. And we know that God is inviting each of us in this generations to come into his light and shun the darkness. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഈ സത്യ വെളിച്ചമായ നീതി സൂര്യനായിരിക്കുന്നവന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടണമെങ്കിൽ നാം എഴുന്നേൽക്കേണ്ടിടത്ത് എഴുന്നേൽക്കേണ്ട വിധത്തിൽ എഴുന്നേൽക്കേണ്ട സാഹചര്യത്തിൽ എഴുന്നേൽക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു? And Joel is saying that he knows that a lot of people are not willing to go into the light, and that's why he's inviting people to come in the light of God. ഇതിന് രണ്ട് പ്രോസസ് ഉണ്ട്. There are two processes in ഒന്ന് here, നാം എഴുന്നേൽക്കുമ്പോൾ, and one is to rise, ദൈവസന്നിധിയിൽ കാഹളം പോലെ നമ്മുടെ ശബ്ദത്തെ ഉയർത്തുമ്പോൾ, and we have to raise our sound as the നീ trumpet. എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. And when you stand up for God, God will stand up for you. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ
പിൻവാങ്ങുന്നു. And in the Old Testament, we know that when the Lord arises, his enemies will be shattered. അത് പുക പാറിപ്പോകുന്നത് പോലെ അത് ശത്രുക്കൾ പാറിപ്പോകുന്നു. And we read that the enemies will be blown like the dust. ഇന്ന് ഈ പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാർത്ഥിച്ചു കുഴഞ്ഞു പോയ, പ്രാർത്ഥിച്ചു തളർന്നു പോയ, പ്രാർത്ഥിച്ചു തകർന്നു പോയ നിന്റെ വിഷയത്തിന്റെ മേൽ ഇടപെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. And how many of you believe that God is willing and ready to work on those things that you have prayed for ages? അതിന് എന്ത് ചെയ്യണം? And what should you do? Arise. Arise. Praise the Lord. പഴയ നിയമത്തിലെ ഒത്തിരി ഭക്തന്മാരെയും പുതിയ നിയമത്തിലെ ഒത്തിരി ഭക്തന്മാരെയും ഇവിടെ കൊണ്ടുവന്നവരെ ആമേൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ചിന്തിപ്പിപ്പാനൊക്കെ വേണം ആകാൻ ആഗ്രഹമുണ്ടെങ്കിലും അതേക്ക് ഞാൻ പോകാതെ ഇന്ന് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോടുള്ളതായിരിക്കുന്ന ശക്തമായ ദൈവത്തിന്റെ സന്ദേശം കൈമാറട്ടെ. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ ഒരു തലമുറ തയ്യാറാകുന്നെങ്കിൽ അടുത്തൊരു തലമുറയെ, തേജസ്സുള്ള തലമുറയെ ദൈവ മക്കൾക്ക് പ്രതീക്ഷിക്കാം. And I'm going to invite you all to come to this light and arise for the Lord so that he can raise up a generation for the Lord. അന്ധകാരം ഭൂമിയെയും The darkness has engulfed the world, കൂരിരുട്ട് ജാതികളെയും and the deep darkness have taken over the generation. മൂടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിക്കും. And it says that the Lord will rise upon you. ദൈവം നിന്റെ മേൽ ഉദിക്കുമ്പോൾ, When the Lord arises upon you, ദൈവത്തിന്റെ തേജസ്, the glory of God, ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ പ്രത്യക്ഷമാകും. and it will appear upon you. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു കൂട്ടം ജനത്തിനും വിടുതലുകൾ ആവശ്യമായിരിക്കുന്നു എന്ന് എനിക്കറിയാം. And I know that a lot of us are wanting deliverance in our life. കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നെന്ന് എനിക്കറിയാം. And I know that a lot of people are going through struggles. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പരിഹാരം കാണാൻ നിവൃത്തിയില്ലാതെ കൂമ്പടഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. And I know that a lot of people are waiting for a way out. അനേകരുടെയും മുമ്പിൽ കാഴ്ചയിൽ സുന്ദരമെന്ന ആമേൻ നഗരം പോലെ ഇരിക്കുന്നു എങ്കിലും ആമേൻ അവിടുത്തെ വെള്ളം അർത്ഥശൂന്യമായി അത് ശാപഗ്രസ്തമായി കിടക്കുന്നത് പോലെ ഇരിക്കുന്നെങ്കിൽ ആമേൻ പ്രവാചകൻ ഒരു ഉപ്പെടുത്ത് അതിനുമേൽ ഇടുവാൻ ബന്ധപ്പെടുകയാണ്. And a lot of people are looking into eternity to see the glorious city, but there is darkness in their life and waiting for the prophet to spill the salt on the river. എന്ത് നമ്മൾ ചെയ്യണം? What should we do? എഴുന്നേൽക്കേണ്ടടത്ത് എഴുന്നേൽക്കാൻ നാം തയ്യാറാകണം. We should be willing to arise when God tells us to arise. അതിന്റെ അർത്ഥം എവിടെയൊക്കെ നമ്മൾ പ്രിപ്പയർ ആകണമോ അതിനുവേണ്ടി നാം പ്രിപ്പയർ ആകാൻ നാം തയ്യാറാകണം. And it means that we have to prepare ourselves wherever we need to be. Hallelujah. തമ്പുരാന്റെ വലിയ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And God is working in this generation currently. നിങ്ങൾ ഒരു വേൾഡ് മാപ്പ് എടുത്തിട്ട് പാകിസ്ഥാൻ മുതൽ അങ്ങോട്ട് ആഫ്രിക്കയുടെ ഒരു തീരം വരെ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ മുതൽ നീണ്ടു കിടക്കുന്നതായിരിക്കുന്ന ഒരു വലിയ സമൂഹം, അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ റഷ്യ, അതിന്റെ വലത്തോട്ട് പോകുമ്പോൾ ചൈന, അങ്ങനെ ഇടത്ത് വലത്തോട്ട് നിൽക്കുമ്പോൾ മറ്റ് ജാതികൾ, ഇങ്ങനെ ജാതികളാൽ നിബിഡമായി കിടക്കുന്നതിന് നടുവിൽ ദൈവത്തെ സേവിക്കാൻ അതിന് നടുവിൽ പൊട്ടുപോലെ ഒരു ചെറിയ രാജ്യം. And if we examine the world map all the way from Pakistan to Russia to the Middle East, we know that there is a very small amount of people who are willing to serve the Lord. കഴിഞ്ഞ 25 വർഷങ്ങളായി 2040 എന്നുള്ള ക്രമീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ജനം ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ കൈകോർക്കാൻ എഴുന്നേൽക്കാൻ തയ്യാറായി. And we know that there is a group of people who are waiting for 2040 and praying earnestly to arrive. ഒരു മനുഷ്യനും ചെന്നെത്താൻ കഴിയാത്ത നിഗൂഢമായി കിടക്കുന്ന അന്ധകാര ശക്തിയുടെ കെട്ടുകളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ സഭ മുന്നേറുവാൻ ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുന്നു. And God is willing to arise for this generation and for that group of people to shatter the shackles of darkness. Hallelujah. Hallelujah.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇരുട്ട് കയറി കിടക്കുന്നുണ്ടെന്ന് അവരവർക്കറിയാം. And we know where the darkness is in our own lives. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇരുട്ട് കയറി കിടക്കുന്നിടത്ത്, And where the darkness is where it doesn't allow us to തിരുവചനം pray. ചിന്തിപ്പാൻ കഴിയാതെ ഇരുട്ട് കയറി കിടക്കുന്നിടത്ത്, And when it does not allow us to go through the word of God. ഒത്തിരി പരിശ്രമിച്ചിട്ടും ഒരു ആത്മീകമായ ഉന്നമനം സംഭവിക്കാൻ കഴിയാതെ ഇരുട്ട് കയറി കിടക്കുന്നിടത്ത്, And there is darkness wherever you want to get the spiritual enlightenment. ആമേൻ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവത്തിന് വെളിപ്പെടുത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ നാം അതിന്റെ മധ്യത്തിൽ എഴുന്നേൽക്കേണ്ട വിധത്തിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. എങ്കിൽ യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരും. And when we are prepared to stand up and arise for God, as Joel has prophesied, at the end times he will pour out the Spirit on the generations. ആമേൻ. എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാൻ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഞാൻ നിങ്ങളോട് അതിന്റെ പ്രവചനിക സത്യത്തിലേക്ക് പോകുന്നു. യോവേൽ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. And in Joel chapter 4 verse 1 it says, തുള്ളൻ ശേഷിപ്പിച്ചതിനെ വെട്ടുക്കിളി നശിപ്പിക്കുന്നു. and what the locust has destroyed, the weeds have got into. വെട്ടുക്കിളി നശിപ്പിച്ചതിനെ വിട്ടിൽ തകർത്ത് കളയുന്നു. വിട്ടിൽ തകർത്ത് കളഞ്ഞതിനെ ശേഷിപ്പിച്ചതിനെ ആമേൻ പച്ചപ്പുഴു തീർത്ത് കളയുന്നു. And here we read in Joel chapter 4 verse 1. ഞാൻ വളരെ രത്നച്ചുരുക്കമായി നിങ്ങളോടത് പറയാം. വളരെ ചുരുക്കമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. Let me explain to you in detail here. യോവേൽ പ്രവാചകൻ കാണുന്ന ദാർശനിക ചിന്തകൾ ദൈവസഭയുടെ ആത്മീക മൂല്യതകളെയും അവന്റെ ഭൗതിക നിലവാരത്തെയും മറ്റ് സംവിധാനങ്ങളെയും ഒരു മരത്തോട് തുലനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. And here Joel is comparing the work to a tree. തുള്ളന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? What is the behavior of the locust? ഒരു പൂ വരുമ്പോഴേ കായ് പിടിക്കാതിരിക്കത്തക്കവണ്ണം ഫലം പുറപ്പെടുവിക്കാതിരിക്കത്തക്കവണ്ണം തുള്ളൻ ഒരു മരത്തോട് പോരാടി നിൽക്കുന്നു. And when it is the time for blooming, the locust will attack that tree. തുള്ളൻ അറിയാം ഒരു കാ പിടിച്ചാൽ ഇതിൽ നിന്നും ഒരു ജനറേഷൻ പുറപ്പെടും. And the locust knows that if there is a fruit, then will be a generation from the fruit. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മാവിന്റെ ഫലത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദീർഘമേറിയ വർഷക്കാലം ഈ പിശാചായവൻ പോരാടി നിൽക്കുന്ന ഒരു ദൈവസഭയാണ് യോവേൽ പ്രവാചകൻ ദർശനമായി കാണുന്നത്. And Joel is prophesying to a church where the devil has been attacking it for many decades. ആത്മാവിന്റെ പ്രകടനങ്ങളുണ്ട്, ആത്മാവിന്റെ ഫലമില്ല. And there is the work of the Spirit but no fruit. ആ ഫലത്തെ ആമേൻ തകർത്ത് കളഞ്ഞു. And the fruit has been destroyed. രണ്ടാമത്തെ വെട്ടുക്കിളിയുടെ സ്വഭാവം, And where it says the swarming locust, ശേഷിപ്പിക്കുന്ന ഇലകളെ അതിനെ മുഴുവനും തീർത്ത് കളയാണ്ടക്കവണ്ണം ആമേൻ പെയ്തിറങ്ങുന്ന വെട്ടുക്കിളി ഇനി ഒരിക്കലും ഇത് ശേഷിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് തളർപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കുന്ന വെട്ടുക്കിളി. And the swarming locust would attack the leaves so that all the leaves will be destroyed on the tree. ആമേൻ. എന്നാൽ മൂന്നാമത്തേത് വിട്ടിലാണ്. വിട്ടിലിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പുകളെയും അതിന്റെ ബ്രാഞ്ചുകളെയും അതിന്റെ തടിയെയും കുത്തിക്കളഞ്ഞ് ദോഷം വരുത്താൻ ശ്രമിക്കുന്ന ആമേൻ വേണ്ടാത്ത സകല രോഗങ്ങളെ വിട്ടുകൊണ്ട് പോരാടി നിൽക്കാൻ ഇടയാക്കുന്ന വിട്ടൽ. And then the third one is the creeping locust, which would attack the branches and the trunk, and then it will destroy the trunk so that no nutrients will get into the tree. നാലാമത്തെ കാര്യം പച്ചപ്പുഴുവാണ്. പച്ചപ്പുഴു ചെയ്യുന്നത് ഈ മരത്തിന്റെ വേരിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക. And then whatever is left, it says that it is a stripping locust, and whatever is left will be eaten by that. എന്നെക്കാട്ടിലും അറിവും പരിജ്ഞാനമുള്ള നിങ്ങളോട് വിശദീകരിപ്പാൻ
ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ ശീർഷപദ നിലയിൽ നിങ്ങളോട് പറയട്ടെ, പിശാചായവൻ ദൈവസഭയോട് ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന കാര്യം ഫലത്തോടും പൂവോടും പോരാടുന്നതായിരിക്കുന്ന ആമേൻ അന്ധകാര ശക്തികൾ, ഇതിന്റെ ഇലയോട് പോരാടി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ഇതിന്റെ തണ്ടിനോടും തടിയോടും പോരാടി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ഇതിന്റെ വേരോട് പോരാടി നിൽക്കുന്ന അന്ധകാര ശക്തികൾ. And we see that there is the evil darkness spirits that are focusing on each part of that tree, from the leaves to the fruit to the branches to the root. എന്നാൽ യോവേൽ പ്രവാചകൻ ദർശനമായി കണ്ടപ്പോൾ തന്നെ കൃപയുടെ കാലഘട്ടത്തിൽ ഒരു തലമുറയെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ഉള്ളതുകൊണ്ട് 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇതിനൊരു ക്രമീകരണത്തിന് വേണ്ടി യോവേൽ പ്രവാചകൻ ജനത്തെ നോക്കിക്കൊണ്ട് ദൂത് പറയുകയാണ്. And furthermore, we see that Joel is looking at the following generation in the grace period and prophesying so that they would arise. എന്താണ് ദൂത് പറയുന്നതെന്ന് അറിയാമോ? 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു, സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ. And in chapter 2 verse 15 it says, blow the trumpet and consecrate a fast and proclaim the assembly. നോക്കണേ, ഒരു പ്രവചനം നിവർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു പ്രവാചകൻ നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടല്ല, ആ ദൂതിന്റെ പുറകിലുള്ള ക്രമീകരണത്തിന് വേണ്ടി ഒരു പറ്റം ജീവിതങ്ങൾ തയ്യാറാകുമ്പോഴാണ്. And it is not when a prophet would prophesy that it will be fulfilled, but there should be a group of people who are willing to accept the prophecy and work on it. എന്തൊക്കെ ചെയ്യണം? സിയോനിൽ നിന്ന് കാഹളമൂതണം. And the first one is blow the trumpet in Zion. ഒന്ന് ദൈവത്തിന്റെ വചനമാകുന്ന കാഹളങ്ങൾ ഊതിക്കൊണ്ടിരിക്കണം. And the word of God is the trumpet, and you have to preach the word of God. ഹല്ലേലൂയ. രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആമേൻ, ഒരു ഉപവാസം പ്രഖ്യാപിക്കണം. And then the second thing is proclaiming a fast. നമ്മൾ ചെയ്യുന്നത് പോലെയുള്ളതായിരിക്കുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു ഉപവാസവും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആമേൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈറ്റിംഗും കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഉപവാസം അല്ല ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന ഉപവാസം. It is not the kind of fast that we have after breakfast for a short time. It is absolutely nonsense. വിശ്വസിക്കുന്ന ഒരു കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചേച്ച് ഉച്ചയ്ക്ക് വന്ന് ആമേൻ കഞ്ഞിയും പയറും കഴിച്ച് പപ്പടവും കഴിച്ച് വീട്ടിൽ പോകുന്ന ഉപവാസമല്ല തമ്പുരാന് വേണ്ടിയ ഉപവാസം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന ഉപവാസം, ആമേൻ മുഖത്തിന്റെ അമിക്കയറുകളെ തകർത്ത് കളയുന്ന ആമേൻ ഉപവാസം, നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തിയോട് പോരാടി നിൽക്കാൻ താണി നിൽക്കുന്ന ഉപവാസം. And it is the kind of the fasting that God wants, where we break the bondage and break the yoke. നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഉള്ള കാര്യം പറഞ്ഞിട്ട് സൗദിക്ക് പോകും. സൗദിയിൽ പോയാലും അവിടെ മാന്യമായിരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്, 2 സഭകളുണ്ട്. അവരെന്നെ മാന്യമായി അവരോട് ചേർത്ത് വെക്കും. And even if you don't invite me for this next time, I'm going to proclaim the right word of God. ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തിന് വേണ്ടി ഒത്തിരി സമയങ്ങൾ ചെലവഴിക്കാനല്ല, ഈ പട്ടണത്തിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. The reason God brought you into this country is to work for His glory and also gain souls. ആമേൻ. പാപം എന്താണെന്നോ പാപം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ചൈനക്കാരനെയും ലോകത്തുള്ള സകലവിധമായിരിക്കുന്ന കറമ്പനെയും വെളുമ്പനെയും മഞ്ഞയുള്ളവരെയും മൂക്ക് പതുങ്ങിയവരെയും മൂക്ക് നീണ്ടവരെയും ആമേൻ നീളമുള്ളവരെയും കുറിയവരെയും നിങ്ങളുടെ മുമ്പിൽ ദൈവം തമ്പുരാൻ കൊണ്ടു ഇരുത്തിയതിന്റെ ഉദ്ദേശമുണ്ട്. നിങ്ങളിൽ പകർന്ന ഒരു അഭിഷേകം അവരിലേക്ക് പകരണം. The reason God brought you into this country with a multicultural society is to proclaim the word and also gain the souls from the community. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്താ സഭായോഗം എന്നുള്ളത് ഒന്നുകൂടെ വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പറഞ്ഞാൽ നിങ്ങൾ വരാതിരിക്കുന്നതല്ല, ഉപേക്ഷ വന്നിട്ടും ഇതിനകത്ത് പരിപൂർണ ഹൃദയത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് സഭായോഗത്തിന്റെ ഉപേക്ഷ. And here we say about the solemn assembly, which is the worship service. You have to be attentive to the worship service and be present. ജനത്തെ കൂട്ടി വരുത്തുവീൻ,
and gather the people here. അതിലെ 15-16 വാക്യങ്ങളാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:15-16. ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. And here it says, gather the people, sanctify the congregation, assemble the elders and all the children and the nursing kids. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ ലെയിം എക്സ്ക്യൂസസ്. And here it says, and the bride out of her bridal chamber and the bridegroom come out of his room. മണിക്കൂറിന് $17 മുതൽ മേപ്പോട്ടായി ഇവിടുത്തെ ശമ്പളം എന്ന് എനിക്കറിയാം. I know that the minimum wage is 17 and up here. അതിന്റെ ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ നമുക്ക് യാതൊരു ലെയിം എക്സ്ക്യൂസുകളില്ല. And we don't have any lame excuses not to go to work. 2-3 ബസ് കയറി പോകാൻ നമുക്ക് ഒരു മടിയുമില്ല. We are not lazy to take the bus. കൂട്ടായ്മയ്ക്ക് നമ്മളെ കൊണ്ടുവരാൻ ആളില്ലെങ്കിൽ അന്ന് വരുന്നില്ല. And if we don't have a ride for the worship service, we will just have an excuse. Praise the Lord. ഈ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. എന്നിട്ട് പറയുന്നു ഹല്ലേലൂയ, അന്ത്യകാലത്ത് 17-ാം വാക്യം, അതിലെ 17-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മുതൽ വായിക്കുന്നു, അതിന്റെ ശേഷമോ. And in verse 28 onwards it says, it will come to pass after that. യോവേൽ പ്രവാചകൻ 2:28 മുതൽ വായിക്കുന്നത്, അതിന്റെ ശേഷം ആമേൻ ഞാൻ സകല ജഡത്തിന്റെ മേലും. ഏതിന്റെ ശേഷം? And what will come to നിങ്ങളത് വീട്ടിൽ പോയി ഇത് വായിച്ചു നോക്കണം. അതിന്റെ ശേഷം it will come about after that. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. I will pour out my spirit on all mankind. എത്ര വാത്സല്യ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. How many of the children are willing to receive the anointing of the Holy Spirit? ആമേൻ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. Job chapter 14 verse 7 reads, for there is a hope in a tree, if it is cut down it will sprout again. ഹല്ലേലൂയ. എന്നിട്ട് യോവേൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 12 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ, ഞാൻ നിങ്ങളെ ക്ലേശിപ്പിച്ച ദാസ ദിനങ്ങൾക്ക് തക്കവണ്ണം. 25-ാമത്തെ വാക്യം ആരെങ്കിലും എടുത്തു വായിക്കാം. ആമേൻ. യോവേൽ പ്രവാചകൻ 2:25, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയെയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും നശിപ്പിച്ചു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. In Joel chapter 2 verse 25 it says that I will give back the years that the locusts have destroyed. എൻ്റെ സമയത്തെ നിയന്ത്രിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ ടൊറന്റോ പട്ടണത്തിൽ തമ്പുരാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സകല വ്യതിയാനങ്ങളും സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി കൃപയുടെ അന്ത്യ കാലഘട്ടത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, നിങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം നിങ്ങളോട് പകരം ചെയ്യാൻ, നിങ്ങൾക്കതിനെ പുനഃസ്ഥാപിച്ചു തരാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവജനം ഒന്ന് എഴുന്നേറ്റാട്ടെ. Hallelujah. And God is promising all the years that you have lost in ഒരു this തലമുറ country. ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം.
And if you're warning a generation, please stand up. ഒരു പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന് വേണ്ടി തയ്യാറാകുന്ന ശുശ്രൂഷയുടെ മേഖലകളിൽ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ നിൽക്കാൻ വേണം ആഗ്രഹിക്കുന്ന ഒരു തലമുറ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ടൊറന്റോ പട്ടണത്തെ ഇളക്കാൻ കഴിയുന്ന ഒരു ആത്മമേഖല നിങ്ങളുടെ ജീവിതത്തിൽ അവയെ തുറന്നു തരാൻ ഈ ദൈവത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ട്. And God is wanting to anoint you with the powerful anointing of the Holy Spirit so that you can shake the city and convert it. യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ആമേൻ ഹല്ലേലൂയ വെട്ടിക്കിളിയും നശിപ്പിച്ചു കളഞ്ഞ സംവത്സരങ്ങൾ തക്കവണ്ണം നീ ഒരു വൃക്ഷമാണെങ്കിൽ നിനക്ക് പ്രത്യാശയുണ്ട്. As Joel has said, that if you're the kind of tree that all these kind of locusts have attacked, you have a hope. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിക്കും. ആമേൻ. ഇന്ന് ഈ പകൽക്കാലം ആമേൻ വൃക്ഷമായാൽ എത്രത്തോളം ആമേൻ നിങ്ങൾ ആമേൻ വെട്ടിക്കളഞ്ഞ് വിചാരിച്ചാലും, And if you think that you're always cut down, you have a hope that you will sprout again. അത് ഇളങ്കൊമ്പ് കൊമ്പുകൾ വിടാതെയിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കുകയും ഒരു തൈ പോലെ വീണ്ടും അത് മുളച്ചു വരികയും ചെയ്യും. And though the roots grow old, it will ഇന്നീ പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ എത്രത്തോളം നശിച്ചു പോയെന്ന് ലോകം പറഞ്ഞാലും, എത്രത്തോളം ഗതിയില്ലാതെന്ന് ലോകം പറഞ്ഞാലും, എത്രത്തോളം തീർന്നു പോയ ലോകം പറഞ്ഞാലും, തമ്പുരാൻ നിന്നെ കിളിപ്പിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തമ്പുരാൻ നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുക. ഇന്നലകളേക്കാൾ ഫലം നഷ്ടപ്പെടരുത്, പച്ചപ്പ് നഷ്ടപ്പെട്ടെടുത്ത്, തണ്ടുകൾ ശോചനീയമായ സാഹചര്യങ്ങൾ പോയിട്ട് ദുരാബാരാ ബാരാഗാരി ഗതല തിരികര ഖതുരാദാര തിരകര ഗതല തിരികര ഗതലാജര ചലാജ. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ടൊന്ന് കയറി വന്ന് നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം 2-3 മിനിറ്റ് കൊണ്ട് അത് ശുശ്രൂഷ തീർക്കണം. I'm inviting the children who want to be anointed with the power of the Holy Spirit. Please come forward. I'm going to pray for you. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ യൗവനക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം, എൻ്റെ ജീവിതത്തിൽ ചില വീക്ക്നെസ്സുകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിഹാരം കാണാത്ത ചില വിഷയങ്ങളുണ്ട്, എൻ്റെ അമ്മയോടും അപ്പനോടും തുറന്നു പറയാൻ കഴിയാത്ത ചിലത് എന്നെ ഭരിച്ചു നടത്തുന്നുണ്ട്, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ദാർശനിക ചിന്ത വേണം, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ എനിക്ക് ആവശ്യമായിരിക്കുന്നു, എനിക്ക് നല്ലൊരു വിഷൻ വേണം, അല്ലെങ്കിൽ ഒരു വൃക്ഷമായാൽ ആമേൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ആ ഭാഗം ഒന്ന് എടുത്തു വായിക്കണം. ജോബ് ചാപ്റ്റർ 14 verse 7 and 8. 9 മുതൽ വരെയുള്ള വാക്യങ്ങൾ നിങ്ങളത് വായിക്കണം.